നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളെ ഫസ്റ്റ് തന്നെ വരവേറ്റത് നമ്മളെ പക്ഷികളായിരുന്നു. പ്രാവുകൾ, വിവിധതരം പ്രാവുകളും അതുപോലെ തന്നെ വിവിധതരം പാരറ്റുകൾ, അങ്ങനെ പലതരം നമ്മൾ നാട്ടിലൊന്നും കാണാത്ത തരത്തിലുള്ള പക്ഷികളെ നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ ടിക്കറ്റ് നിരക്ക് ഈ കാണുന്നതാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പോൾ ഈ ചെറിയ കുട്ടികൾക്കുള്ള താരിഫും അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള താരിഫും ഇതൊക്കെ തന്നെയാണ്. മുതിർന്നവർക്ക് 120 രൂപ. അപ്പോൾ നമ്മളതൊക്കെ കണ്ടു. പിന്നെ മൈസൂർ മൃഗശാലയുടെ ചരിത്രം പറയണമെന്ന് വെച്ചാൽ ഇതിനെ ഔദ്യോഗികമായി ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻസ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ മൈസൂർ സൂ എന്നൊക്കെ പറയും. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മികച്ചതുമായ മൃഗശാലകളിലൊന്നാണ് കേട്ടോ നമ്മുടെ ഈ മൈസൂർ സൂ. 1892 മൈസൂരിലെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന മഹാരാജ ശ്രീ ചാമരാജേന്ദ്ര വോഡയാർ 10ാമനാണ് ഇത് സ്ഥാപിച്ചത്. മഹാരാജാവിൻ്റെ വേനൽക്കാല കൊട്ടാരത്തിനോട് ചേർന്നുള്ള ഒരു സ്വകാര്യ മൃഗസഞ്ചയമായിട്ടാണ് ഇത് ആരംഭിച്ചത് കേട്ടോ. ഇതിനെ പാലസ് സൂ എന്ന് അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗാസ ബംഗ്ല എന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വിസ്തൃതി ഉണ്ട്. തുടക്കത്തിൽ 10 ഏക്കറിൽ വിസ്തൃതി ഉണ്ടായിരുന്നു. ഇത് പിൽക്കാലത്ത് 45 ഏക്കറാക്കി, പിന്നീട് 157 ഏക്കറാക്കി. അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. നമ്മളിപ്പോൾ നടക്കാൻ തന്നെ ഒരു 4 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. നമ്മൾ നടന്ന് കാണാൻ തന്നെ 4 കിലോമീറ്ററോളം ഉണ്ട്. 1909 ഇത് സ്ഥാപകൻ്റെ സ്മരണയ്ക്കായി ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻസ്, അതായത് 1909 ഇതിൻ്റെ ശരിക്കും, അതായത് അതിന് മുമ്പ് വരെ 1909 വരെ പാലസ് സൂ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിന് ശേഷമാണ് അന്നത്തെ രാജാവിൻ്റെ പേരായ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻസ് എന്ന് മാറ്റിയത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ശില്പി, അതായത് ഏകദേശം ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തത് നമ്മുടെ ജർമ്മൻ ലാൻഡ്സ്കേപ്പറായ ജി ക്രൂംബിഗലാണ് കേട്ടോ. മൃഗശാലയുടെ മനോഹരമായ ഭൂപ്രകൃതി രൂപകൽപ്പന ചെയ്തത് അദ്ദേഹമാണ്. പിന്നെ പൊതുജനങ്ങൾക്കായി ആദ്യമൊക്കെ കുടുംബത്തിനും മാത്രമായിരുന്നു ഇവിടെ പ്രവേശനം ഉണ്ടായിരുന്നത്. 1920 വരെ അങ്ങനെ തന്നെയായിരുന്നു. 1920 ശേഷമാണ് പൊതുജനങ്ങൾക്കായി പ്രവേശനം നൽകി തുടങ്ങിയത്. അതായത് 1948 മൈസൂർ സംസ്ഥാന സർക്കാരിൻ്റെ ഹോർട്ടിക്കൾച്ചർ വകുപ്പിൻ്റെ കീഴിലായിരുന്നു. പിന്നെ 1979 ഇത് മൃഗശാലകളുടെ നടത്തിപ്പിനായി ഇന്ത്യയിൽ രൂപീകരിച്ച ആദ്യത്തെ സ്വയംഭരണ സ്ഥാപനമായ കർണാടക മൃഗശാല അതോറിറ്റിക്ക്, അതായത് സാക്ക്, സൂ അതോറിറ്റി ഓഫ് കർണാടക, അവർക്ക് കൈമാറി കേട്ടോ. ആ ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറി. ഈ സൂവിൻ്റെ പ്രത്യേകതകൾ, അതായത് നമ്മൾ ഇന്ത്യയിലെ മികച്ച സൂകളിലൊന്നാണുള്ളത്. അപ്പോൾ ഇതിന് പ്രത്യേകതകൾ ഒരുപാടുണ്ട്. നേരത്തൊക്കെ ആഫ്രിക്കൻ ആനകൾ ഒരുപാടുണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ ആ ഒരെണ്ണം തന്നെ ഉള്ളൂ. മെലിഞ്ഞൊട്ടി കിടക്കുന്ന ഒരെണ്ണം തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ വെള്ള കാണ്ടാമൃഗം ഉണ്ടായിരുന്നു, ഗൊറില്ല, ഒറാങ്കൂട്ടാൻ, ചിമ്പാൻസി, ചീറ്റപ്പുലി, അതൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. നിരവധി വിദേശ മൃഗങ്ങൾ ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ട്. ഇന്ത്യയിലെ വളരെ കുറച്ച് മൃഗശാലകളിൽ മാത്രമേ ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. വംശനാശിനി നേരിടുന്ന ജീവികളുടെ സംരക്ഷണ പ്രജനന കേന്ദ്രവും ഇവിടെ ഉണ്ട്. അതായത് നമ്മുടെ കൺസർവേഷൻ ബ്രീഡിംഗ് സെൻറ്റർ എന്ന നിലയിൽ ഈ മൃഗശാല പ്രശസ്തമാണ്. പിന്നെ മൃഗങ്ങളൊക്കെ ദത്തെടുക്കും ഈ സൂവിൽ. എന്തെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മൃഗങ്ങളെ, കാട്ടിൻ്റെ ഉള്ളിൽ ഇതായി കിടക്കുന്ന മൃഗങ്ങളെയൊക്കെ ഇവിടെ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു പദ്ധതിയും കൂടി ഈ മൃഗശാലയ്ക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനോട് ചേർന്നൊരു തടാകമുണ്ട്. കാരഞ്ചി എന്നാണ് ആ തടാകത്തിൻ്റെ പേര്. കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇതുള്ളത്. അതിന് നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. നമ്മളിപ്പോൾ ഇന്ന് അത് എടുത്തിട്ടില്ല. ഒന്നുമില്ല, ഒരു തടാകവും കുറച്ച് പക്ഷികളും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ബോട്ടിംഗ് ഉണ്ട് തോന്നുന്നു. പിന്നെ ഈ മൈസൂർ മൃഗശാലയിൽ 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 168 സ്പീഷീസുകളായി 1450-ലധികം മൃഗങ്ങളുണ്ട്. കുറേ മൃഗങ്ങളുണ്ട്. മാനുകളിലെ തന്നെ വെറൈറ്റി മൃഗങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മൃഗശാലകളുടെ ഏകദേശം ഹിസ്റ്ററി കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു 4 കിലോമീറ്ററോളം ഇത് നടന്ന് കാണാനുള്ളതുണ്ട്. പിന്നെ ഇന്ന് ഒരുപാട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സ്കൂൾ പിള്ളേർ ഒരുപാടുണ്ട്. അതിൻ്റെ എക്സ്കർഷൻ സീസണാണ്. ചെറിയ കുട്ടികൾ മുതൽ +2 പഠിക്കുന്ന പിള്ളേർ വരെ ഗ്രൂപ്പിലുണ്ട് കേട്ടോ. അവർക്കൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ ഫ്രീ ആണ്. മുതിർന്ന കുട്ടികൾക്ക് പകുതി ഫീസുള്ളൂ. നമ്മൾക്ക് 120 ഒക്കെയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് മൃഗശാലയിൽ കാണുന്ന 4 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ശരിക്കും ഒരു 3-4 മണിക്കൂറോളം ശരിക്കും ചിലവഴിക്കാൻ, നമുക്ക് ഈ സൂവിൽ ചിലവഴിക്കാനുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ.
അങ്ങനെ നമ്മൾ സൂ ഒക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നമ്മൾ തൊട്ടന്നെ സൂവിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണല്ലോ നമ്മൾ റൂം എടുത്തിരിക്കുന്നത് ആശീർവാദ്. അതിൻ്റെ തൊട്ടന്നെ ഒരു സൂര്യ ഹോട്ടൽ പറഞ്ഞൊരു മലയാളി ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ബിരിയാണി ഒക്കെ കഴിച്ച് നേരെ ലളിത മഹൽ പാലസ് കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ച് മൊത്തം ബ്ലോക്കാണ് അവിടെ. റൗണ്ട് ഓഫ് ബട്ടൺ മൊത്തം ബ്ലോക്കാണ്, കുത്തി കേട്ടിക്കൊണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ലളിത മഹൽ പാലസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.